ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒറ്റയ്ക്ക് പോവാം കേട്ടോ. കുറേ കാലമായി ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ട് 2 ബസ് കയറിയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഫേസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടാട്ടോ ഞാൻ പോയത്. ഞാൻ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ബസ് കയറിയിട്ടാണ് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടോ എവിടേക്കാണ് ഈ പോകുന്നതെന്ന്. വേറെ എടുക്കുമല്ല, എനിക്ക് ആകെ പോകാനുള്ള ഡെൻ്റൽ ക്ലിനിക്കാണ്. അത് ഞാൻ ഒറ്റയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് സെൽഫിയും ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ചോദിച്ചു ഫുഡ് കഴിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ബിരിയാണി കഴിക്കാൻ. അത് ഞാൻ നേരത്തെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കൊണ്ട് അവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. എത്ര പെട്ടെന്ന് കഴിച്ചെന്നറിയോ, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ, ടൈറ്റിലൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴി നല്ല ചുരിദാറൊക്കെ കണ്ടു. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ ഞാൻ ഓഫീസ് എത്താനായിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് എത്തിയത്. അങ്ങനെ അവിടെ വേറെ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് മേഡം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടാക്കി. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. ഇന്നലെ 5:30 കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ സ്റ്റാഫുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പഞ്ചിങ് അപാരതയാണ് കാണുന്നത്. ടൈം ആയിട്ടുമില്ല, അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി. പിന്നെ ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ട് എത്തിയത്, ഉച്ചയ്ക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 5:30 പോകുന്നുള്ളൂ. എന്നാലും ഇനി ഹാഫ് ഡേ എങ്കിലും കിട്ടുള്ളൂ. അപ്പം ഇത്രയുള്ളൂ. ബൈ.